सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम +2 कक्षा की एक कहानी पढ़ेगी। कहानी का नाम है दवा। दवा दवा एक व्यंग्य कहानी है। कहानीकार का नाम है हरिशंकर परसाई। कहानी में प्रवेश करने के पहले हम व्यंग्य के बारे में कुछ बातें कहेंगे। व्यंग्य माने क्या है? व्यंग्य का मतलब है हमारे समाज में होने वाली समस्याओं को हास्य रूप में चित्रण करना। समाज में जो समस्याएं होते हैं उसी समस्याओं को हास्य के जरिए कहानी में व्यक्त करना, उसे व्यंग्य कहानी कहते हैं। हरिशंकर परसाई हिंदी साहित्य के एक प्रसिद्ध हास्य कहानीकार है या व्यंग्य कहानीकार है। आइए दोस्तों, हम पढ़ेगी। कहानी का नाम है दवा। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ക്ലാസ്സിലെ ഒരു കഥയാണ്. കഥയുടെ പേര് ദവ. ദവ ഹിന്ദി സാഹിത്യത്തിലെ വ്യംഗ്യ കഥാകാരനായ, അതായത് ഹാസ്യ കഥാകാരനായ ഹരിശങ്കർ പർസായിയുടെ ഒരു ചെറിയൊരു കഥയാണ്. എന്താണ് വ്യംഗ്യം? അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളെ ഹാസ്യത്തിൻ്റെ രൂപത്തിൽ ചിത്രീകരിക്കുക, അതിനെയാണ് വ്യംഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദവ എന്ന് പറഞ്ഞ കഥ, നമുക്ക് പഠിക്കാൻ വെച്ചിരിക്കുന്ന ഈ ദവ എന്ന് പറഞ്ഞ കഥ ഒരു വ്യംഗ്യ കഥയാണ്. വ്യംഗ്യ के माध्यम से चित्रण करने वाली एक छोटी कहानी है दवा. അപ്പോൾ നമുക്ക് ആ ദവ എന്ന് പറഞ്ഞ കഹാനിയിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ കഹാനിയുടെ പേര് നിങ്ങൾ മനസ്സിലാക്കുക, കഥയുടെ പേര് മനസ്സിലാക്കുക, ദവ. ദവ കാ മത്ലബ് ക്യാ ഹൈ? ദവ ദവ എന്ന് പറഞ്ഞ മരുന്ന് എന്നാണ് അർത്ഥം. മരുന്ന്. അപ്പം നോക്കാം എന്താണ് ഈ കഥയിൽ നമ്മുടെ കഥാകാരൻ പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. കിതാബ് में ध्यान दे. दवा हरिशंकर परसाई. कवि अनंग जी का अंतिम क्षण आ पहुंचा था. कथापात्र का नाम है कवि अनंग जी. अनंग जी कहानी का मुख्य पात्र है, वो कवि है. उनका अंतिम क्षण आ पहुंचा था. उनका अंतिम क्षण, जीवन का अंतिम क्षण आ पहुंचा है. അപ്പോൾ ഈ കഥയിലുള്ള ഒരു മുഖ്യ കഥാപാത്രമാണ് കവി അനംഗ് ജി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സമയം എത്തിയിരിക്കുന്നു, അതായത് അദ്ദേഹം മരിക്കാൻ പോവുകയാണ്. डॉक्टर ने कहा दिया कि ये अधिक से अधिक घंटे भर के मेहमान है. അപ്പോൾ ഇയാൾ എന്താണ്? ഡോക്ടറിനെ കഹ ദിയ, ഡോക്ടർ പറഞ്ഞു, कि ये अधिक से अधिक घंटे, അധിക മണിക്കൂറുകളോളം ഭർ കെ മെഹമാൻ ഹെ. മെഹമാൻ എന്ന് പറഞ്ഞാൽ അതിഥിയാണ്. ഇത് ഒരു മെഹമാനെ കാത്ത് കിടക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇയാൾക്ക് ഇനി അധിക സമയമില്ല, എന്നാലും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മണിക്കൂറിനെ ഇയാൾ മരണത്തിനെ കാത്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അധിക സമയം ഇയാൾ ജീവിച്ചിരിക്കില്ല. അനംഗ് ജി की पत्नी ने कहा. അപ്പോഴത്തേക്ക് അനംഗ് ജിയുടെ ഭാര്യ പറയുകയാണ്, कहा कि कुछ ऐसी दवा दे दे जिससे ये 5-6 घंटे जीवित रह सके, ताकि शाम की गाड़ी से आने वाले बेटे से मिल ले. അപ്പം ഭാര്യ പറയുകയാണ്, ഡോക്ടർ സാറേ, ഇയാൾക്ക് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കണം. ഒരു 5-6 മണിക്കൂർ ജീവിച്ചിരിക്കാൻ തരത്തിലുള്ള മരുന്ന് എന്തെങ്കിലും കൊടുക്കണം. കാരണം ഇതാണ്, ഇയാളെ കാണാൻ വേണ്ടി മകൻ വൈകുന്നേരം വരുന്നുണ്ട്, ആ വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അവന് ഒന്ന് അവസാനമായി അച്ഛനെ കാണണം. അതുകൊണ്ട് ഒരു 5-6 മണിക്കൂർ ജീവിക്കുന്ന എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ ഭാര്യ പറയുകയാണ്. डॉक्टरों ने कहा कि कोई भी दवा इन्हें घंटे भर से
डॉक्टरों ने कहा कि कोई भी दवा उन्हें घंटों भर से अधिक जीवित नहीं रख सकती. ഡോക്ടർമാർ പറഞ്ഞു ഏത് മരുന്ന് കൊടുത്താലും ഇയാൾ കൂടുതൽ മണിക്കൂർ ജീവിച്ചിരിക്കൂല എന്ന് പറയാണ്. ഇസി സമയ അനങ്ക് ജി കെ മിത്ര ആയെ, ആ സമയത്താണ് നമ്മുടെ അനങ്ക് ജിയുടെ ഒരു കൂട്ടുകാരൻ വരുന്നത്. ഇസി സമയ അനങ്ക് ജി കെ മിത്ര ആയെ വേ ബോലെ, അയാൾ പറഞ്ഞു മെയ് മിനെ മസേമയും കൈ ഖണ്ഡേ ജീവിത രഹസ്യക്താഹും, ഞാൻ തമാശയിൽ കൂടെ ഇയാളെ കൂടുതൽ സമയം ജീവിച്ചിരുത്തും എന്ന് ആ കൂട്ടുകാരൻ പറയുകയാണ്. മനസ്സിലായോ? ആ സമയത്ത് അനങ്ക്ജിയുടെ ഒരു കൂട്ടുകാരൻ വരുന്നു. കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ് മെയും ഉനെ മസേ മെയ്, മസ എന്ന് പറഞ്ഞാൽ തമാശ, തമാശയിലൂടെ മസേ മെയും കൈ ഖണ്ഡേ ജീവിത രഹസ്യക്താഹും, പല മണിക്കൂറും, അതായത് കൂടുതൽ മണിക്കൂർ ഇയാളെ ആ തമാശയിൽ കൂടെ ജീവിച്ച്, അതായത് തമാശ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് ഒരു തമാശയുള്ള കഥ കേൾക്കുമ്പോഴോ ഇല്ലെങ്കിൽ എന്താണ് കോമഡി കാണുമ്പോഴോ നമ്മുടെ ജീവിതത്തിന് ഒരു നമ്മുടെ ദുഃഖം ഇല്ലാതെയാകും. അതാണ് സാഹിത്യത്തിന്, കലയ്ക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ട്, ഹാസ്യ കലയ്ക്ക്. ഇതാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് ഇയാൾക്ക് ഞാൻ തമാശയിൽ കൂടെ ഇയാൾ അധിക സമയം ജീവിച്ചിരുത്തും എന്ന് പറയുകയാണ്. ഡോക്ടറോനെ കഹ യഹ് അസംഭവ് ഹെ, ഡോക്ടർ പറഞ്ഞു ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. മിത്രനെ കഹ ഗൈർ മുജെ കോശിഷ് തോ കർ ലേനെ ലീജിയെ, എനിക്കൊരു അവസരം തരും, ഞാനൊന്ന് പരിശ്രമിക്കട്ടെ എന്ന് കൂട്ടുകാരൻ പറഞ്ഞു. ആപ്പ് സബ് ലോഗ് ബാഹർ ഹോ ജായിയെ, നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തോട്ട് പോകൂ, ഞാനൊന്ന് പരിശ്രമിക്കട്ടെ എന്ന് കൂട്ടുകാരൻ പറയുകയാണ്. സബ് ബാഹർ ചലേ ഗയെ, എല്ലാവരും പുറത്തോട്ട് പോയി. മിത്ര അനങ്ക് ജി കെ പാസ് ബൈറ്റെ ഒരു ബോലെ, അപ്പം കൂട്ടുകാരൻ നമ്മുടെ അനങ്ക് ജിയുടെ അടുത്ത് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു അനങ്ക് ജി അബ് തോ ആപ്പ് സദാ കേലിയെ ചലേ, യഹ് യഹ് സുലളിത് ഖണ്ഡ് അബ് കഹാം സുന്നേ കോ മിലേഗ ജാത്തെ ജാത്തെ കുച്ച് സുന ജായിയെ, അപ്പോൾ ഇനി എന്തായാലും അങ്ങ് മരിക്കാൻ പോവുകയാണ്, അങ്ങ് മരിക്കുന്ന മുമ്പേ അങ്ങയുടെ ആ ലളിതമായ ഖണ്ഡത്തോടുകൂടി, സുലളിതമായ അങ്ങയുടെ ഒച്ചയാൽ, അങ്ങയുടെ ഖണ്ഡത്താൽ ഒരു കവിത പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ പാടി തന്നിട്ട് അങ്ങക്ക് പെക്കൂടെ, ജാത്തെ ജാത്തെ പോകുന്ന വഴി അതൊന്ന് പാടി തന്നിട്ട് പോവാൻ പറയുകയാണ് അനങ്ക് ജിയുടെ ഏതോ ഒരു കവിത. യഹ് സുൻതേ ഹി അനങ്ക് ജി ഉടുക്കർ ബൈറ്റ് ഗയെ, അപ്പം ഇത് കേട്ടപ്പം തന്നെ നമ്മൾ അനങ്ക് ജി, മരണശയ്യയിൽ കിടക്കുന്ന അനങ്ക് ജി ചാടി എണീക്കുകയാണ്. ഓർ ബോലെ, എന്നിട്ട് പറഞ്ഞു മൺ തോ നഹിം ഹെ പർ, എനിക്ക് മനസ്സ് ഇപ്പോൾ അത്ര ശരിയല്ല, പർ ആപ്കി പ്രാർത്ഥന ടാലി ഭി നഹിം ജാ സക്തി, എന്നാൽ താങ്കളുടെ അപേക്ഷ, പ്രാർത്ഥന അപേക്ഷ നിരസിക്കാൻ, ടാൽന എന്ന് പറഞ്ഞാൽ നിരസിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അച്ഛാ അൽമാരി മേംസെ മേരി കാപ്പി നിഗാലിയേന, അലമാരിയിൽ നിന്ന് കോപ്പി കൊണ്ടുവരാൻ പറയുകയാണ്, കവിതയുടെ കോപ്പി. അലമാരി മേംസെ മേരി കാപ്പി നിഗാലിയേന, മിത്രനെ കാപ്പി ഉടാക്കർ ഹാത്ത് മെയും ദേദി, അപ്പോൾ കോപ്പി എടുത്തു, കവിതയുടെ കോപ്പി എടുത്തു, ആരുടെ കയ്യിൽ കൊടുത്തു, നമ്മുടെ അനങ്ക് ജിയുടെ കയ്യിൽ. ഓർ അനങ്ക് ജി കവിത പാട് കർണേ ലഗേ, അപ്പം മരണശൈലിയിൽ കിടന്ന ആ വ്യക്തി എന്ത് ചെയ്തു, കവിത വായിക്കാൻ തുടങ്ങി. കവിത പാട് കർണേ ലഗേ ഖണ്ഡേ പർ ഖണ്ഡേ ബീത്ത് തേകയെ, അപ്പോൾ ഓരോ മണിക്കൂറും ഇങ്ങനെ കടന്നുപോയി. ഡോക്ടർമാർ പറഞ്ഞു ഇയാൾ അധിക സമയം ജീവിച്ചിരിക്കില്ല, ഇയാൾ മരണം കാത്തു കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ആ സിറ്റുവേഷനാണ് ഇപ്പോൾ തരണം ചെയ്തു പോകുന്നത്, അല്ലേ. ഖണ്ഡേ പർ ഖണ്ഡേ ബീത്ത് തേകയെ ഷാം കി ഗാഡി ആ ഗയി, അങ്ങനെ വൈകുന്നേരത്തെ വണ്ടി വന്നു. ഓർ ലഡ്ക ഭി ആ ഗയ, അപ്പം നമ്മുടെ അനങ്ക് ജിയുടെ മകനും വന്നു. ഉസ്നെ കമരെ മേയും ഗുസ്തേ ഹി ദേക്കാക്കി പിതാജി കവിത പഠ രഹേ ഹെ, അപ്പോൾ അവൻ വന്നു, മുറിയിൽ കടന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ച ഇതാണ്, അച്ഛൻ എണീറ്റിരുന്ന് കവിത വായിക്കുന്നു. ഓർ ഉൻകെ മിത്ര മരേ പടേ ഹെ, അപ്പം അച്ഛൻ്റെ ആ മിത്രം മരിച്ചു കിടക്കുന്നു. അപ്പോൾ കണ്ടോ, മരണം ഒരാളെ കാത്തു വന്നു, പക്ഷെ മരണം കൊണ്ടുപോയത് വേറൊരാളാണ്. അപ്പം അവിടെ ഒരു പരിഹാസമാണ് പറയുന്നത്. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ഒരു വ്യക്തി, അതായത് അധിക സമയം ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ എന്ത് ചെയ്തു, അയാളുടെ ആ കവിതയിൽ കൂടെ അയാൾ വീണ്ടും ജീവിച്ചു
എന്ന് പറയുകയാണ്. അപ്പോൾ ആ കൂട്ടുകാരൻ മരിച്ചിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ അനങ്ക്ജി, അതായത് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ആ വ്യക്തി ഇപ്പോൾ എണീച്ചിരുന്ന് കവിത ആലപിക്കുകയാണ്. അപ്പോൾ ഈ കഥ അദ്ദേഹം ഡോക്ടർമാരുടെ മരുന്നിനേക്കാളും പ്രാധാന്യമുള്ളതാണ് ഒരു മിത്രത്തിൻ്റെ മിത്രം പറഞ്ഞ ആ കാര്യം, അത് പരിഹാസ രൂപേണ ഹരിശങ്കർ പർസായി ഈ കഥയിൽ കൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കൂട്ടുകാരി ദവ എന്ന് പറഞ്ഞ കഥ. बोल सब दोस्तों को कहानी का आशय समझ लिया होगा. आशय तो सरल है. हरिशंकर परसाई जी की भाषा भी सरल भाषा है. सरल भाषा में लिखी गई एक हास्य कहानी है दवा. उनकी भाषा तो सरल है, इसलिए कठिन शब्दों का प्रयोग उन्होंने नहीं किया है. इसलिए सब मित्रों को आसान से कहानी का आशय ग्रहण कर सकेंगे. ഹരിശങ്കർ പർസായി അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ലളിതമായത് കാരണം എല്ലാ കൂട്ടുകാർക്കും അത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ലളിതമായ കഥയാണ്. മനസ്സിലായല്ലോ? ഒരു പ്രാവശ്യം കൂടി നമുക്ക് വേണമെങ്കിൽ കഥ ഒന്ന് മനസ്സിലാക്കാം. कहानी का मुख्य पात्र है कवि अनंग जी. अनंग जी अपने मृत्यु की प्रतीक्षा में है. डॉक्टरों ने कहा ये मृत्यु की प्रतीक्षा में है. घंटों अधिक से अधिक घंटे उसे जीवित नहीं पा सकेगा. इसी बीच पत्नी आती है. पत्नी उनसे कहते हैं डॉक्टर जी इसे 5 या 6 घंटे जीवित रखने की कोई दवा दीजिए. उस समय डॉक्टरों ने कहा ये तो अधिक घंटे नहीं जीवित नहीं सकेगा. इसी बीच अनंग जी का एक मित्र आया है. मित्र आकर डॉक्टरों से कहा मैं इसे घंटों से अधिक घंटे जीवित रख जाएंगे. और डॉक्टरों ने उसे हंसी उड़ाती है. लेकिन अंत में क्या किया, मित्र ने हमारे अनंग जी के पास बैठ कर उससे कहा अगर आप अब मरने वाले हैं, मरने के पहले आप आपकी एक कविता आपकी सुरीली खंडों से, ललित खंडों से जाते जाते गाकर जाए तो मैं कृतज्ञ हूँ. इसे कहने पर क्या है, हमारे अनंग जी उठ बैठे और उन्होंने कहा अलमारी से कापी निकालिए. और मित्र ने कापी निकाल कर दिया और अनंग जी कविता पाठ करने लगे. उसी बीच शाम हो गया. शाम की गाड़ी में लड़के आ गया और लड़का कमरे में घुस गए तो सुंदर दृश्य देखते रहा. मरणशैया में मरण की प्रतीक्षा में क्या है अपने पिताजी अब तो कविता पाठ कर रहे हैं. तो लेकिन मित्र तो मर गए हैं. डॉक्टरों ने ऐसा कहा अपनी उनकी पत्नी से ये तो अधिक घंटे जीवित नहीं रहेगा. लेकिन यहाँ क्या हुआ, मरने वाले व्यक्ति अब भी जिंदा है लेकिन बलवान व्यक्ति अब तो मर गए हैं. ये तो हास्य कहानी है. हास्य के चिकित्सा क्षेत्र को उन्होंने हंसी उड़ाकर लिखी एक कहानी है ദവ. അപ്പോൾ കൂട്ടുകാർക്ക് കഥ മനസ്സിലായി കാണും. അതായത് അനങ്ക്ജിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അദ്ദേഹം മരണശയ്യയിൽ മരണത്തെ കാത്തു കിടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഭാര്യ ഡോക്ടർ പറയുകയാണ് ഇയാൾ അധികം മണിക്കൂർ ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഭാര്യ പറയുകയാണ് ഇല്ല ഡോക്ടർ അങ്ങനെ പറയരുത്, ഒരു 5-6 മണിക്കൂർ ഇയാൾക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും മരുന്ന് കൊടുക്കണം. വൈകുന്നേരത്തെ വണ്ടിയിൽ മകൻ വരുന്നു അച്ഛനെ കാണാൻ വേണ്ടി എന്ന് പറയുന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇയാൾ അധിക സമയം ജീവിച്ചിരുത്താൻ ഒരു മരുന്നിനും സാധിക്കില്ല എന്ന് പറയുന്നു. ആ സമയത്താണ് അനങ്ക്ജിയുടെ ഒരു കൂട്ടുകാരൻ വരുന്നത്. അപ്പോൾ കൂട്ടുകാരൻ വന്ന് പറയുകയാണ്
പറയുകയാണ് ഈ കൂട്ടുകാരന് കുറച്ച് സമയം കൊടുക്കുകയാണെങ്കിൽ ഇയാൾ അധിക മണിക്കൂർ ജീവിച്ചിരുത്താമെന്ന് പറയുകയാണ്. അപ്പോൾ ഡോക്ടർമാർ പരിഹസിക്കുന്നു. എന്നാൽ എന്ത് ചെയ്യുന്നു, അനങ്കജിയുടെ മിത്ര എന്ത് ചെയ്യുന്നു, അപ്പം എല്ലാവരും പുറത്താക്കുന്നു. എന്നിട്ട് അനങ്കജിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയുകയാണ്, എന്തായിരുന്നാലും നിങ്ങൾ മരിക്കാൻ പോകുകയല്ലേ, മരിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആ സുലളിതമായ ഖണ്ഡത്തോടു കൂടി ഒരു കവിത പാടിത്തന്നിട്ട് കവിത ഒന്ന് ആലപിച്ചിട്ട് പെക്കൂടെ എന്ന് ചോദിക്കുന്നു അല്ലേ. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, മരണശൈലിയിൽ കിടന്ന നമ്മുടെ അനങ്കജി ചാടി എണീക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അലമാരയിൽ നിന്ന് കവിതയുടെ കോപ്പി കൊണ്ടുവരാൻ പറയുന്നു. അപ്പോൾ കോപ്പി കൊണ്ടുവരുന്നു, ആ മിത്രം കൊണ്ട് കൊടുക്കുന്നു, കവിത വായിക്കുന്നു. ആ സമയത്ത് വൈകുന്നേരത്തെ വണ്ടിയിൽ മകൻ വരുന്നു. മകൻ വന്നിട്ട് ഈ അത്ഭുത ദൃശ്യം കാണുകയാണ്. അച്ഛൻ മരിക്കാൻ കിടക്കുകയാണ്. പക്ഷേ മരണശയ്യയിൽ കിടന്ന അച്ഛൻ ഇപ്പോൾ എണീറ്റിരുന്നു കൊണ്ട് കവിത വായിക്കുകയാണ്. എന്ന കൂട്ടുകാരൻ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടെ, ഈ കഥയിൽ കൂടെ അദ്ദേഹം പറയുന്നത് ഇതാണ്, നമ്മുടെ ചികിത്സാക്ഷേത്രം, അതായത് നമ്മുടെ ചികിത്സാ രംഗത്ത് നടക്കുന്ന ചില പോരായ്മകളെയാണ് അദ്ദേഹം ഇവിടെ കൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് വൈദ്യം പരാജയപ്പെടുന്നിടത്ത് ചിലപ്പോഴത്തേക്ക് യുക്തിപരമായ കാര്യങ്ങൾ വിജയിക്കുമെന്ന് പറയുകയാണ്. ഇവിടെ മിത്രം പറയുകയാണ്, തമാശയിൽ കൂടെ അയാളെ ജീവിപ്പിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അതാണ് ചില കാര്യങ്ങൾ ഡോക്ടർമാർ ചിലപ്പോൾ കൈയൊഴിയുന്ന പല കേസുകൾ ഇതുപോലെ അത്ഭുതകരമായി വിജയിച്ചിരിക്കാം. ഇല്ലെങ്കിൽ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവസ്ഥ എന്താണ്, ചെറിയ എന്തെങ്കിലും അസുഖത്തിനായിരിക്കും നമ്മളവിടെ പോകുന്നത്. പക്ഷെ അവർ ഓരോ ടെസ്റ്റുകൾ ചെയ്ത് നമ്മളെന്താണ് വലിയൊരു രോഗത്തിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൈയൊഴിയുന്ന പല കേസുകളും വിജയിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിസ്സാരമായ രോഗമായിരിക്കും. അപ്പം ചികിത്സാ ക്ഷേത്ര में होने वाली ऐसी समस्याओं को हमारे कहानी. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ സംഭവിച്ചത് എന്താണ്, മരിക്കുമെന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരിക്കുന്നു, ബലവാനായ വേറൊരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചികിത്സാക്ഷേത്രത്തിൽ, അതായത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിന് എതിരെ, അതായത് മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും എതിരായിട്ട് ഹാസ്യത്തിൻ്റെ രൂപത്തിൽ എഴുതപ്പെട്ട കഥയാണ് ദവ. അപ്പോൾ കൂട്ടുകാർക്ക് കഥയുടെ ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കഥയുടെ ആശയം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഈ കഥ ഇനിയും മനസ്സിലാവാത്ത പല കൂട്ടുകാർ കാണും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും അത് വളരെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ വേറൊരു ക്ലാസ്സിൽ വേറൊരു പാഠവുമായി കണ്ടുമുട്ടും. ഏവർക്കും നന്ദി.